ഗുജറാത്ത് അതിർത്തിയിൽ ഇന്ത്യൻ സേന സൈനികാഭ്യാസം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ നെട്ടോട്ടത്തിലാണ്. വ്യോമ അതിർത്തികൾ അടയ്ക്കുന്നു, ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. എന്താണ് ഇതിന് പിന്നിലുള്ള രഹസ്യങ്ങൾ? എന്താണ് ഇത്? സർക്രേക്ക് എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെയും പിന്നെ പാകിസ്ഥാൻ്റെയും ബോർഡറിൽ വരുന്ന, അതായത് സിന്ധു നദിയുടെ നദീതട ഭാഗത്തിൻ്റെ അവിടെ വരുന്ന ഒരു 96 കിലോമീറ്റർ വരുന്ന ഒരു തടാകമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കനാലാണ്. ആ ഭാഗത്ത് വളരെ തന്ത്രപ്രധാനമായ ഒരുപാട് കാര്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കും പങ്കിടാനുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഇന്ത്യക്ക് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ജെയ്ഷെ മുഹമ്മദ് ഈ ഭാഗത്ത് അണ്ടർഗ്രൗണ്ട് യാത്ര നടത്തുകയും മുങ്ങിക്കപ്പൽ വഴിയൊക്കെ യാത്ര നടത്തുകയും ഇന്ത്യൻ തീരത്ത് വന്ന് കയറുകയും ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ എത്തിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മൾ മുമ്പ് പിടിച്ചിട്ടുണ്ട്, താക്കീത് കൊടുത്തിട്ടുണ്ട്. എന്നാലൊന്നും അവർ അടങ്ങിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ലേ മുതൽ ഈ സർക്രീക്ക് വരെയുള്ള ദീർഘമായ നമ്മുടെ അതിർത്തി വലിയ പ്രതിസന്ധിയിലാണ്. എല്ലാ കാലത്തും പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റത്തിന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. അതിലേറ്റവും പ്രധാനമായത് സർക്രീക്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, ഗുജറാത്തിലെ ആയാലും മഹാരാഷ്ട്രയിലെ ആയാലും നഗരങ്ങളിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ പാകിസ്ഥാന് കഴിയുന്ന വിധത്തിലുള്ള ചില നീക്കങ്ങൾ നടത്താൻ കഴിയുന്ന പ്രദേശങ്ങളാണ്. ഇന്ത്യക്കും അത് വളരെ തന്ത്രപ്രധാനമാണ്. ഇന്ത്യയേക്കാൾ കൂടുതൽ പാകിസ്ഥാൻ ഇത് കിട്ടിക്കഴിഞ്ഞാൽ, പാകിസ്ഥാൻ ഈ പ്രദേശത്ത് അധിനിവേശം ഒപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറെ കൂടെ കൂടുതൽ നമ്മുടെ കച്ച് മേഖലയിലുള്ള പ്രദേശങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷിപ്പിംഗ് കേന്ദ്രങ്ങൾ, ഇതിനൊക്കെ നേരെ ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും അവർക്ക് ഇന്ത്യയിലെ നഗരങ്ങളെയൊന്നും വലിയ തോതിൽ ആക്രമിക്കാൻ കഴിഞ്ഞില്ല. അവരുദ്ദേശിച്ച ജനവാസ കേന്ദ്രങ്ങളിൽ ബോംബിട്ട് അല്ലെങ്കിൽ മിസൈലിട്ട് നമ്മുടെ ആൾക്കാരെ കൂടുതൽ പീഡിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റിനെ പ്രഷറൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അവരുടെ ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമിക്കാതിരിക്കുകയും സൈനിക കേന്ദ്രങ്ങളിലും തീവ്രവാദ കേന്ദ്രങ്ങളിലും മാത്രം ആക്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അവർ ഇത്തരത്തിൽ ഇന്ത്യയെ ദ്രോഹിക്കാൻ ശ്രമിച്ചത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് മുൻപ് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതെ, അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കറാച്ചിയിലായിരിക്കും ഇതിന്റെ ആദ്യ പ്രകമ്പനം എന്നും പറഞ്ഞു. അതെ, അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പാകിസ്ഥാൻ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നടന്ന അടിയേക്കാൾ ശക്തമായ അടികൾ നമുക്ക് കൊടുക്കാൻ പറ്റിയത് ഈ സർക്രീക്കിന്റെ അതിർത്തിയിൽ സൈനിക വിന്യാസം നടത്തുന്നതാണ്, സൈനിക താവളങ്ങൾ കേന്ദ്രീകരിക്കുന്നതാണ് എന്നൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളുള്ള മഹാരാഷ്ട്രയിലെയും ഗുജറാത്തിലെയൊക്കെ നഗരങ്ങൾ, രാജസ്ഥാനിലെ പ്രദേശങ്ങൾ ഒക്കെ അവർക്ക് ആക്രമണത്തിന് സൗകര്യമുള്ളൊരു സ്ഥലമാണ് ഈ 96 കിലോമീറ്റർ വരുന്ന ഈ കനാൽ പ്രദേശം. അപ്പോൾ അത് അവർ കൈക്കലാക്കാൻ അല്ലെങ്കിൽ അവരുടെ അധീശത്വം ഉറപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ്. ഇത് 78 വർഷമായിട്ട് നടക്കുന്ന പല ചർച്ചകൾക്ക്, കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ചർച്ചകൾക്കൊന്നും പരിഹാരം ഉണ്ടാകാത്തൊരു കാര്യമാണ്. ഇത് ഇന്ത്യക്ക് വേണ്ടി സർക്രീക്ക് ഇന്ത്യക്ക് വിട്ടു തന്നതാണെങ്കിൽ പോലും അവരതിൽ സംതൃപ്തരല്ല. അവർ എപ്പോഴും അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്രീക്കിന് വേണ്ടി. 1964 65 UK പ്രൈം മിനിസ്റ്റർ ഇടപെട്ട് ഒരു ട്രൈബ്യൂണൽ രൂപീകരിച്ചുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കരാറുകളൊക്കെ ഉണ്ടാക്കി, കണ്ടീഷനുകളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അതൊന്നും ഫലവത്തായില്ല. ഇപ്പോഴും പാകിസ്ഥാൻ ആ പ്രദേശത്ത് ഇങ്ങനെ നോട്ടം വിട്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്, നിങ്ങൾ സർക്രീക്കിന് പിടിക്കാനോ സർക്രീക്കിൻ്റെ ഭാഗത്തേക്ക് കൈകടത്താനോ വന്നാൽ നിങ്ങളുടെ മർമ്മപ്രധാനമായ പോർട്ട് കറാച്ചി പിടിക്കാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഈ സൈനികാഭ്യാസം മുമ്പ് അതുകൊണ്ടാണ് അങ്ങനെ നടത്തിയത് കൊണ്ടാണ്. അങ്ങനെ വല്ലതും നടത്തിയാൽ ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇപ്പോൾ നോക്കിക്കോ എന്ന് പറഞ്ഞാണ് തൃശ്ശൂൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 സൈനിക വിഭാഗങ്ങളുടെയും ഒരു പ്രകടനം അവിടെ നടത്തുന്നത്. പാകിസ്ഥാൻ ഒരു ഷോ കാണിച്ചു കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ ചിലരെ അടിക്കുന്നതിന് മുമ്പേ ഞാനൊരു ഒറ്റ അടി തന്നാൽ നീ ഏത് പരുവത്തിലാവുമെന്ന് പറയില്ലേ, അതുപോലെ ഒരു ഷോ നടത്തുകയാണ്. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ സെറ്റപ്പ്. ഈ സെറ്റപ്പിനോട് അടുത്തൂടെ പോകാൻ പോലും നിനക്കൊന്നുമുള്ള കപ്പാസിറ്റി ഇല്ല. ഞങ്ങൾ ഓരോ ഇഞ്ചിലും ഞങ്ങൾക്ക് മിസൈൽ അയക്കാനുള്ള സംവിധാനം ഞങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ് ഈ സർക്രീക്ക് തന്നെ. ഇത് ഇവിടുന്ന് ലേ വരെ നമുക്കിത് കൊണ്ടുപോകാം. നമ്മുടെ താർ മരുഭൂമി വരെ വരുന്ന ഭാഗത്താണ് ഇപ്പം നമ്മളിത് ഈ പ്രകടനം നടത്തുന്നത്. അപ്പോൾ അതൊരു 10 ദിവസത്തെ പ്രകടനമാണ്. അപ്പോൾ പാകിസ്ഥാനും ഇത് വളരെ ഗൗരവത്തിലെടുത്തിരിക്കുകയാണ്. അവരും ഉടനെ തന്നെ അപ്പുറത്ത് ഒരു സൈനിക സജ്ജീകരണം പോലെ എന്തൊക്കെയോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പം ഇന്ത്യ ഈ പ്രകടനം നടക്കുന്നതുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞ് ഈ വ്യോമയാന റൂട്ട് മാറ്റിക്കോണം എന്ന് നമ്മളൊരു ഇൻ്റർനാഷണലി ഒരു ഡിക്ലറേഷൻ, ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ പാകിസ്ഥാനും അപ്പുറത്ത് കൊടുത്തിരിക്കുകയാണ്, ഈ മേഖല ഞങ്ങളും ഇവിടെ വലിയ സൈനിക പരിപാടികൾക്കുള്ള പ്ലാനാണ്, അതുകൊണ്ട് ഇവിടെയും കയറി ആരും വരരുതെന്ന്. ഇങ്ങനെയാണ് ഇതിൻ്റെ ടെൻഷൻ ബിൽഡപ്പ് ചെയ്തതിന്. അപ്പോൾ അടുത്ത 10 ദിവസത്തേക്ക് നവംബർ 10 വരെ നമ്മുടെ ഒരു പ്രകടനവും പരിപാടിയൊക്കെ അവിടെ നടക്കാൻ പോവുകയാണ്. അല്ല, പണ്ട് മോക്ക് ഡ്രില്ല് നടത്താൻ പറഞ്ഞു, അതെ, അതിനിടയ്ക്കാണ് വലിയ ആക്രമണം ഉണ്ടായത്. അത് പാകിസ്ഥാൻ ഇങ്ങനെ ചോദിച്ചടി വാങ്ങിക്കാനായിട്ടിരിക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. പാകിസ്ഥാന് വിചാരം ഓപ്പറേഷൻ സിന്ദൂർ പോലെ അവസാനം അമേരിക്ക ഇടപെടുത്തി എന്തെങ്കിലും സോൾവ് ഉണ്ടാക്കാം, അവിടുത്തെ അന്തർദേശീയ പ്രശ്നങ്ങൾ, അവരുടെ ദേശീയ പ്രശ്നങ്ങൾ കുറച്ച് പരിഹരിക്കാനായിട്ട് ഇതുകൊണ്ടൊക്കെ സാധിക്കും. അല്ല, അതാണായിരിക്കുമല്ലേ ആഭ്യന്തര പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നു. അപ്പൊ അവിടെ പാകിസ്ഥാൻ 3 ആവോ 4 ആവോ അല്ല, അങ്ങനെ ആഭ്യന്തര പ്രശ്നം നിലനിൽക്കുമ്പോൾ ഈ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒരു മേഖലയിൽ പ്രശ്നം നിലനിൽക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ്? അല്ല, ആ പ്രശ്നങ്ങൾ നിലനിൽക്കവേ ഇപ്പം ഖത്തർ ഇടപെട്ട് ഒരു ഷെയ്ക്കൻഡ് കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ അത് പൂർണ്ണമായിട്ടും അത് ഫൈറ്റിലേക്ക് വന്നിട്ടില്ല. അതങ്ങനെ വലിയൊരു യുദ്ധത്തിലേക്ക് പോകാനിരുന്നതാണ്. എന്തായാലും ഖത്തർ ഇടപെട്ട് നമ്മൾ 2 മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ അടിക്കരുതെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ ഒരു സന്ധി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഖത്തർ ഈ അഫ്ഗാനും ഒക്കെ സാമ്പത്തിക സഹായമൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അഫ്ഗാനിന് ഖത്തർ പറയുന്നത് അത്ര കേൾക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു ഷെയ്ക്കൻഡ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. എന്നാലും സൗകര്യം കിട്ടിയ ചവിട്ടം എന്ന് പറഞ്ഞ് തന്നെയാണ് അഫ്ഗാനും നിൽക്കുന്നത്. അതിനിടയ്ക്കാണ് ഇന്ത്യയുമായിട്ട് ഒരു ചൊറിച്ചിലിന് വരുന്നത്. അപ്പോൾ അവിടുത്തെ വിഷയങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഇന്ത്യയെ ഫോക്കസ് ചെയ്ത അവിടുത്തെ പാകിസ്ഥാൻ എപ്പോഴും യൂണിറ്റിക്ക് ഏറ്റവും നല്ല മാർഗം ഇന്ത്യ അടിക്കുന്നു പറഞ്ഞാൽ മതി. അവിടെ പാകിസ്ഥാനിലെ എല്ലാവരും തൽക്കാലത്തേക്കൊന്ന് സാധാ ജനങ്ങൾ, മറ്റുള്ളവരല്ല, ഈ തീവ്രവാദികളോ അല്ലെങ്കിൽ അവിടെ നാഷണലിസ്റ്റുകളോ അല്ലെങ്കിൽ ബലൂചിസ്ഥാനിലെ ആൾക്കാരോ ഒന്നുമല്ല, അല്ലാത്തവർ ഇങ്ങനെ ഒരു ഒതുക്കത്തിന് വരാറുണ്ട്. ആ ഇത് ഇപ്പോൾ ഉണ്ടാകും എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഒരു നിരീക്ഷണം. അതുകൊണ്ടാണ് നമ്മുടെ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രി പറഞ്ഞത്, ഇനി നിങ്ങൾ കളിച്ചാൽ ഇത് നിങ്ങളുടെ അവസാനത്തെ കളിയായിരിക്കും, അതുകൊണ്ട് വേല ഇറക്കരുത്. നമ്മൾ പിന്നെ അവരുടെ പോർട്ട് കറാച്ചി ഉൾപ്പെടെയുള്ളത് നമ്മൾ പിടിച്ചടക്കും. ഇപ്പോൾ കറാച്ചി പോയാൽ പാകിസ്ഥാൻ തീർന്നു. അവരുടെ എല്ലാവിധ എക്കണോമിക് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ വികസന ആക്ടിവിറ്റികളും സന്നാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും ഒക്കെ നമ്മുടെ അറേബ്യൻ സീ ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കുന്നതിനും അവർക്ക് ആയുധങ്ങൾ അവിടെ എത്തിക്കുന്നതിന് സീ മാർഗം വരുന്നതിനും ഒക്കെയുള്ള പ്രധാനപ്പെട്ട തുറമുഖമാണ് ഈ കറാച്ചി. കറാച്ചി പിടിക്കുമെന്ന് പറഞ്ഞാൽ അവൻ്റെ ചങ്ക് പൊളിയും. നമ്മൾ കഴിഞ്ഞ തവണ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അത് വെടിനിർത്തലിന് അവന്മാർ കരഞ്ഞുകൊണ്ട് വന്നതിൻ്റെ ഏക കാരണം ഇതാണ്. പാകിസ്ഥാൻ വന്നതിൻ്റെ ഏക കാരണം നമ്മൾ നമ്മുടെ കപ്പൽപ്പട കറാച്ചിയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു എന്ന് തുടങ്ങിയപ്പോഴാണ് അവർ അമേരിക്കയെ സമീപിച്ചുകൊണ്ട് വെടിനിർത്തലിന് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ട്രംപിനോട് നമ്മൾ പറഞ്ഞത്, ട്രംപിനോടല്ല വൈസ് പ്രസിഡന്റിനോട് പറഞ്ഞു. അവരുടെ വൈസ് പ്രസിഡന്റ് ആണ്, US വൈസ് പ്രസിഡന്റാണ് നമ്മൾ ബന്ധപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അവർ നേരിട്ട് ഞങ്ങളെ ബന്ധപ്പെടട്ടെ, അങ്ങനെ നമുക്ക് തീർക്കാന്ന് പറഞ്ഞാണ് അന്ന് വൈകിട്ട് 5 മണിക്ക് 4 മണിക്ക് സംസാരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ ആ സംഭവത്തോടു കൂടി തന്നെ ആ തിരിച്ചടിയോടുകൂടി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും പാകിസ്ഥാൻ പഠിക്കാത്തത്? ഇത് അഫ്ഗാനിസ്ഥാനെ പോലെ ഈ പാലസ്തീനെ പോലെ ഇരവാദം ഉന്നയിച്ച് എവിടെന്നെങ്കിലും ഫണ്ട് വരണമെങ്കിൽ വരട്ടെ എന്നൊരു ചിന്തയായിരിക്കും. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവിടുത്തെ ഇന്റേണൽ പ്രശ്നങ്ങളെ ഒതുക്കി തീർക്കുക. തൽക്കാലത്തേക്ക് ഒതുക്കി തീർക്കണമെങ്കിൽ യുദ്ധം വേണം. ചെറിയ തോതിലെങ്കിലും ചെറിയ തോതിൽ യുദ്ധം വേണം, അല്ലെങ്കിൽ സംഘർഷം നിലനിൽക്കുന്നതായിട്ട് വരുത്തണം. രണ്ടാമത്തെ പ്രശ്നം, യുദ്ധം അങ്ങനെ ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഒരു സപ്പോർട്ട്. അമേരിക്കയുടെ പങ്ക് ഇപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ അമേരിക്കയുടെ പ്രേരണ കൂടെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അമേരിക്കയ്ക്ക് ഏത് വിധത്തിലും ഇന്ത്യയെ പ്രഷറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിന് സാങ്ഷൻസ് ഉൾപ്പെടെ ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അവർ നോക്കുന്നത് പോലെ തന്നെയാണ് അവർക്ക് മറ്റുള്ളവരെ കൊണ്ട് സൈനികമായിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തുക. നമ്മുടെ ലഡാക്കിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർ ജെൻസി പോലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം ഇന്ത്യയെ പ്രഷറൈസ് ചെയ്യാനുള്ള പല വിധത്തിലുള്ള നീക്കങ്ങളാണ്. അത് ഡീപ് സ്റ്റേറ്റിൻ്റെ പല വിധത്തിലുള്ള കളികളുണ്ട്. ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടു വേണം ഈ കാര്യങ്ങൾക്ക് നീങ്ങാൻ. പക്ഷേ ഇന്ത്യക്ക് പ്രതികരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം നമ്മുടെ സുരക്ഷ നമ്മൾ മാത്രമേ നോക്കാനുള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ്. അടി കൂടി കഴിഞ്ഞാൽ അവരവർ മാത്രമേ കാണുള്ളൂ, മറ്റുള്ളവരെല്ലാം പുറകിൽ നിന്ന് സപ്പോർട്ട് തരികയുള്ളൂ. പാകിസ്ഥാനും അതേ കിട്ടുള്ളൂ. അമേരിക്ക വന്ന് അവിടെ സൈന്യത്തിനെ ഇറക്കി നമുക്കെതിരെ വരികയൊന്നുമില്ല. അവർ ആയുധം കൊടുക്കും, പിന്നെ അടിക്കാനുള്ള നല്ല തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതൊക്കെ അവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യക്ക് അതെല്ലാം അതിജീവിക്കാനുള്ള
ആയുധങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രധാന രാഷ്ട്രങ്ങൾ യുദ്ധസജ്ജമാകുന്നതിന് മുമ്പ് എടുക്കുന്ന എല്ലാ പ്രിക്കോഷനും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏത് വിധത്തിലുള്ള പ്രതിസന്ധിയെ നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ നമ്മളിപ്പോൾ സജ്ജമാക്കി കഴിഞ്ഞു. അതിൻ്റെയൊക്കെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് യൂറോപ്പിലെ ഏത് ഭാഗത്തും വേണമെങ്കിൽ നമുക്ക് വിക്ഷേപിക്കാൻ കഴിയുന്നതാണ്. ഒരുപക്ഷേ കോണ്ടിനെൻ്റൽ ടു കോണ്ടിനെൻ്റൽ മിസൈലുകൾ വരെ നമുക്കുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് നമ്മളിതുവരെ വീരവാദത്തോടു കൂടി പറഞ്ഞിട്ടില്ല. കാരണം അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെയുള്ളവരുടെ കൂടുതൽ ശക്തമായ വിദ്വേഷത്തിന് നമ്മൾ പ്രാപ്തരാകും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ എന്നാണ് അറിയുന്നത്. നമ്മൾ വളരെ സജ്ജമായി നിൽക്കുന്ന രാഷ്ട്രം തന്നെയാണ്. അത് പാകിസ്ഥാനും അറിയാം. അതുകൊണ്ട് പാകിസ്ഥാൻ ചെറിയ ചെറിയ സംഘർഷങ്ങൾക്കായിരിക്കും പാകിസ്ഥാൻ എപ്പോഴും പ്രിഫറൻസ് കൊടുക്കുക. എന്തായാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സർക്ക് ക്രീക്ക് അവിടുത്തെ ഉണ്ടാകുന്ന ടെൻഷൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ ഓയിൽ ഗ്യാസ് ശേഖരമുണ്ടെന്നും കച്ച് മേഖലയിൽ നമ്മൾ അതിനുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും പാകിസ്ഥാനൊരു നോട്ടമാണ്. ആ പ്രദേശങ്ങൾ നമ്മുടേതും കൂടെ ആണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എക്കണോമിക്കലായിട്ടും ഗുണം കിട്ടുമല്ലോ എന്നൊക്കെ ഉണ്ട്. അതിന് പാകിസ്ഥാൻ്റെ എണ്ണ പരിവേഷണത്തിന് തയ്യാറാണെന്ന് പറഞ്ഞു വരുന്ന അമേരിക്കയെ കൂടെ അതിനകത്ത് ഉപയോഗപ്പെടുത്താനും ഒക്കെയുള്ള ശ്രമങ്ങളുണ്ട്. എന്തായാലും ഈ ടെൻഷൻ നമ്മൾ 10-ാം തീയതി വരെ നീണ്ടു നിൽക്കുള്ളൂ എന്ന് നമുക്ക് വിചാരിക്കാം. ആ സൈനിക പരിശീലനം പ്രകടനം കഴിയുമ്പോൾ ഇത് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ പാകിസ്ഥാന് വീണ്ടും വിനാശകാലം ആകുന്നു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.